നമസ്കാരം. ഇന്നത്തെ ദിവസം മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 പ്രാവശ്യവും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായിപ്പോയി. കാരണം രാവിലെ ഒരു 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് ഷൂട്ട് ചെയ്തു. അത് കേടായതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഷൂട്ട് ചെയ്തു. ഇത് രണ്ടും ഫെയിലിയർ ആയതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. ഇതെങ്ങനെയാവുമെന്ന് കണ്ടറിയാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഒരു വീട്ടിൻ്റെ പല വീടുകളിലും നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ ദുരിതങ്ങളുണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മളൊരു വീട്ടിലോട്ട് താമസം മാറി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ദുരിതങ്ങൾ മാത്രം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളുണ്ട്. അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ പ്രധാന വാതിലാണ്. പ്രധാന വാതിൽ ഉചിതമായിട്ടുള്ള സ്ഥലത്താണോ അല്ലയോ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠക്കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വരുന്ന ഈ 15-ാം തീയതി കഴിയുമ്പോൾ ഞാൻ ഉടൻ UAE എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ അടുത്ത മാസം 5-ാം തീയതി UAE വരുന്നുണ്ട്. അപ്പം ആ ഭാഗത്തുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഫ്ലാറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളോ നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തേക്കണം. മാത്രമല്ല ഈ വരുന്ന ഒരു 18-ാം തീയതി മറ്റു ഞാൻ ബാംഗ്ലൂരാണ്. 2 ദിവസം ബാംഗ്ലൂരുണ്ടാവും. ബാംഗ്ലൂർ ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണൂർ മൈസൂർ വഴിയാണ് ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മെയ് മാസം 14-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് മേടം 31 ബുധനാഴ്ചയാണ് നാളത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:14 1:46 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:52 12:15 മധ്യയാണ്. മുഹൂർത്തം 12:19 12:42 മധ്യയാണ്. യമകണ്ഠ സമയം 7:38 9:10 മധ്യയാണ്. ഗുളികനുദയം 10:42 12:14 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അനിഴം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹത്തിനും വ്രതാരംഭങ്ങൾക്കും യാത്രയ്ക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയുള്ള, പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ, വാസ്തുകർമ്മങ്ങൾക്കും മറ്റെന്ത് കാര്യത്തിനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഭൂമി വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമാണ്. വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, അറിവ്, സന്തോഷത്തിൻ്റെയൊക്കെ ഒരു അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ, പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അത്രയും നല്ലൊരു ദിവസമാണ്. അപ്പോൾ നാളത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. പിണ്ടദോർ ദോഷം, വസുഭുജദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ, ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയും കണ്ടും ചെയ്തില്ല എങ്കിൽ നമുക്കത് പിറക്കും തലമുറകൾ അത് ബാധിക്കും. അത് വളരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പലവരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നാണ് ഈ മരണാനന്തര ദോഷങ്ങളെക്കുറിച്ച്. അത് കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പം തന്നെ ഇടയ്ക്ക് വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ മകൻ 24 വയസ്സായ ഒരു പയ്യൻ ജലത്തിൽ വീണ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടിട്ട് അതിനെ നോക്കിയില്ല. തൊട്ട് 1 വർഷമായില്ല, അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒത്തിരി ദോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മളത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മരിച്ചു അങ്ങ് പോയി എന്നൊക്കെ കണക്കാക്കുന്നതിനേക്കാളും ആ ഒരു സോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ബാധിക്കും. അത് വ്യക്തമായിട്ട് നോക്കിയും കണ്ട് നമ്മൾ ചെയ്ത് കൊണ്ടുപോയില്ല. അത് ഏറ്റവും വലിയൊരു ദോഷമാണ്. ഇന്ന് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ അബോർഷൻ സംഭവിക്കുക. 1 മാസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞോ ഒക്കെ നമ്മൾ നശിപ്പിച്ച് നമുക്ക് അബോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സോളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം ഏകദേശം 2 കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒന്നാണ് അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് പ്രവേശിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതിനാൽ, കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്തില്ല എങ്കിൽ
നമ്മുടെ കുട്ടികളെ അത് കാര്യമായിട്ട് ബാധിക്കും. കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള എഴുന്നേറ്റം ഉണ്ടാകത്തില്ല, അവർ നല്ല രീതിയിൽ പഠിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ തടസ്സം ഉണ്ടാകും. വീട്ടിൽ ടോട്ടലി നിങ്ങളുടെ വീട്ടിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സോളുകൾക്ക് കഴിവുണ്ട്. അപ്പോൾ അതിനുള്ള കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങളുടെ കുടുംബം ഏറ്റവും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മെയ് മാസം 15-ാം തീയതി കൊല്ലവർഷം 1200 ആണ്ട് ഇടവം 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:30 സൂര്യാസ്തമയമാണ്. അപ്പോൾ രാഹുകാലം 1:51 3:24 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം 12:20 12:42 മധ്യയാണ്. യമകണ്ഠ സമയം 6:06 7:39 മധ്യയാണ്. ഗുളികൻ ഉദയം 9:12 10:45 മധ്യയാണ്. അന്ന് മലയാള മാസം 1-ാം തീയതിയും കൂടെയാണ്. ഇടവമാസം 1-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ചയും 1-ാം തീയതിയൊക്കെ ആവുന്ന ഒരു അത്യുത്തമമായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം ഗുരു, ജ്ഞാനം, അറിവ് എന്നതിൻ്റെയൊക്കെ ദിവസമാണ് ഈ വ്യാഴം അത്രയും പവർഫുള്ളാണ്. വ്യാഴാഴ്ച വ്രതമൊക്കെ എടുത്ത്, പ്രത്യേകിച്ച് 1-ാം തീയതി കൂടെ ഒക്കെ ആയിട്ട് വ്രതമൊക്കെ എടുത്ത് നോക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അത്ര നല്ലതാണ്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും, കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ചോറൂണ്, വിദ്യാരംഭം, സീമന്തം, ശില്പകർമ്മങ്ങൾ, സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക, വാസ്തുകർമ്മത്തിനും വിവാഹത്തിനും പ്രതിഷ്ഠാകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ്. വ്യാപാരം, ദീർഘനാൾ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും നല്ലതാണ്. ഗുരു, ജ്ഞാനം, അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ്. എല്ലാം കൊണ്ടും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അന്നത്തേക്കും പ്രതിദോഷം എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. പിണ്ടനൂർ ദോഷം, അസുകുഞ്ഞ ദോഷം, കരുനാൾ ദോഷം, ബലിദോഷ ദോഷം, അകത്താൾ ദോഷം, ഇതുവരെ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് 2 ദോഷങ്ങളാണുള്ളത്. പിണ്ടനൂർ ദോഷമുണ്ട്, അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു നേട്ടം നമുക്കുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലിട്ടൊന്ന് കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു വീട് മാറി വേറെ വീട്ടിലോട്ട് പോവുകയോ അല്ലെങ്കിൽ പുതിയൊരു നമ്മളൊരു വീട് വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെന്ന് കയറുമ്പോൾ മുതൽ നമുക്ക് ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ട യോഗങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. അതെന്തുകൊണ്ടെന്നറിയാം. ഒന്ന്, നമുക്ക് നോക്കിയും കണ്ടും വീട് വച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും യോജിച്ച രീതിയിലുള്ള വീട് വച്ചില്ല എങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങൾ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ വീടിൻ്റെ ദർശനം. അതേപോലെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലായിരിക്കണം നമ്മളുടെ റൂം. നമുക്ക് വൈഫിന് സൂട്ടബിൾ ആയിട്ടുള്ള, ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാവണം കിച്ചൺ. ഇതൊക്കെ വരുമ്പോൾ സെറ്റ് ചെയ്തെടുക്കണം. അതൊരു പുതിയ വീട് വയ്ക്കുമ്പോൾ. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ നമുക്ക് കഷ്ടതയും എന്തെങ്കിലും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു പുതിയൊരു വീട് വെച്ച് കയറി കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യാഴവട്ടക്കാലം വരെ മരണച്ചുറ്റായിരുന്ന വീട്ടിൽ പോലും താമസിക്കാം എന്നാണ് പറയുന്നത്. ഒരു വ്യാഴവട്ടം എന്ന് വെച്ചാൽ 12 വർഷക്കാലം നമുക്ക് താമസിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ദുരിതം അനുഭവിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള, അതായത് ഉചിതമായിട്ടുള്ള സ്ഥലത്താണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ആ പ്രധാന വാതിൽ വരുന്നത് നമുക്ക് ഉത്തമമായിട്ടുള്ള ദിക്കിലാണോ എന്നാണ് നമ്മൾ ആദ്യം വായിച്ചത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളും. നിങ്ങളുടെ വീട്ടിൻ്റെ പ്രധാന വാതിൽ ഏത് പൊസിഷനിലാണ് ഇരിക്കണമെന്ന് ചിന്തിച്ച് നോക്കും, ഒന്ന് നോക്കി നോക്കും. ഞാൻ 1-2 സ്ഥലങ്ങൾ ഞാൻ പറയാം. അതിൽ ആ ഭാഗത്തോട്ട് വീടിൻ്റെ പ്രധാന വാതിലിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ദുരിതമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അത്യുത്തമമായിട്ടുള്ള സ്പേസിലില്ല, നീചസ്ഥാനത്താണ് അതിൻ്റെ വാതിലിരിക്കുന്നത്. നമുക്ക് നല്ല സ്ഥാനമുണ്ട്, നീചസ്ഥാനമുണ്ട്. അപ്പോൾ നീചസ്ഥാനത്ത് വാതിലുമുണ്ടെങ്കിൽ നമുക്ക് അത് ദോഷമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ 1-2 സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളും. ഒന്നാമത്തെ സ്ഥലം, 3-4 സ്ഥലങ്ങളിൽ വാതിൽ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. ഒന്ന് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അത് നോർമലി ആ വീടിൻ്റെ യഥാർത്ഥ ദിക്കുകളിലാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വാതിലുകൾ അത്യുത്തമമാണ്. കിഴക്ക് വയ്ക്കാം, പടിഞ്ഞാറ് വയ്ക്കാം, വടക്ക് വയ്ക്കാം, അല്ലെങ്കിൽ തെക്ക് വയ്ക്കാം. ഇല്ല, നമ്മൾ വടക്ക് കിഴക്കാണെങ്കിൽ വടക്ക് കിഴക്കിൻ്റെ വടക്ക് ഭാഗത്തോട്ടും വാതിൽ വയ്ക്കാം, കിഴക്ക് ഭാഗത്തോട്ടും വാതിൽ വയ്ക്കാം, അത്യുത്തമമാണ്. നിങ്ങളുടെ വീടിൻ്റെ ദർശനം കിഴക്കാണെങ്കിൽ ആ കിഴക്കിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വാതിൽ വയ്ക്കുന്നതിന് പ്രശ്നമില്ല. പ്രധാന വാതിൽ എന്ന് പറയുന്നത് വീടിൻ്റെ മൗത്താണ്, വീടിൻ്റെ വായാണ്. ഏറ്റവും കൂടുതൽ സച്ചൈതന്യം, ഐശ്വര്യം കടന്നു വരുന്ന സ്ഥലമാണ് പ്രധാന വാതിൽ. അത് വയ്ക്കുമ്പോൾ നമുക്ക് കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ ആ വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മൾ വാതിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കിഴക്കോട്ട് വയ്ക്കാം, വേണമെങ്കിൽ വടക്കോട്ടും വാതിൽ വയ്ക്കാം. ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ വാതിൽ വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് അടുത്ത് ഞാൻ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. തെക്ക് കിഴക്ക് പല വീടുകളിലും തെക്കോട്ട്, ഒത്തിരി വീട് നോക്കിയിട്ടുള്ള എല്ലാവരും പോയി 30 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഫീൽഡിൽ. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ കാരണം
തെക്ക് ഭാഗത്തോട്ടാണ് വീടിൻ്റെ ദർശനമാണെങ്കിൽ നോർമലി നമ്മളിവിടെ ആൾക്കാർ പറഞ്ഞിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ഡോർ വെച്ചിട്ട് കിഴക്കോട്ടങ്ങ് ഇറങ്ങാം, അപ്പം കിഴക്കോട്ടായല്ലോ, നല്ല ചൈതന്യം കിട്ടുന്ന സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ കാണുന്ന സൂര്യപ്രകാശമൊക്കെ വീട്ടിലോട്ട് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് കിഴക്കോട്ടുള്ള വാതിൽ വയ്ക്കാൻ നോർമലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്. ഒരിക്കലും തെക്ക് കിഴക്ക് വാതിലുള്ള തെക്ക് കിഴക്കാണ് നിങ്ങളുടെ വീടിൻ്റെ നമുക്ക് സിറ്റൗട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കിഴക്കോട്ട് തിരിച്ച് പ്രധാന വാതിൽ വച്ചുകൂടാ, പകരം തെക്കോട്ട് തിരിച്ച് വയ്ക്കാം. ശ്രദ്ധിക്കുക, തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിച്ച് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വയ്ക്കരുത്. അത് നീചമായിട്ടുള്ളതാണ്. അത് നമുക്ക് ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കുണ്ടാക്കി തരാൻ കഴിവുള്ളൊരു സ്ഥലമാണ് തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗം. പകരം തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഭാഗത്തോട്ട് തിരിച്ച് നമുക്ക് വാതിൽ വയ്ക്കാം. അത് ഉത്തമമായിട്ടുള്ള സ്പേസാണ്. ശ്രദ്ധിക്കുക, തെക്ക് കിഴക്കിൻ്റെ തെക്കോട്ട് തിരിച്ച് വാതിൽ വയ്ക്കാം, കിഴക്കോട്ട് തിരിച്ച് വാതിൽ വയ്ക്കരുത്. അടുത്ത സ്ഥലം വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നമ്മൾ നോർമലി എല്ലാ വീടുകളിലും വടക്ക് ദർശനമുള്ള വീടുകളിലാണെങ്കിലും പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിലാണെങ്കിലൊക്കെ വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ വാതിൽ അവർ വയ്ക്കാറുണ്ട്. അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കേണ്ടത്. വടക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ വരികയാണെങ്കിൽ, ശ്രദ്ധിക്കുക, വടക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ സിറ്റൗട്ട് വരികയാണെങ്കിൽ ആ വീട്ടിലെ പ്രധാന വാതിൽ ഒരിക്കലും വടക്കോട്ട് തിരിച്ച് വയ്ക്കാൻ പാടില്ല, പകരം പടിഞ്ഞാറോട്ടേ വയ്ക്കാൻ പാടുള്ളൂ. വടക്ക് പടിഞ്ഞാറാണെങ്കിൽ വടക്കോട്ട് തിരിച്ച് വാതിൽ വയ്ക്കരുത്, പടിഞ്ഞാറോട്ട് തിരിച്ച് മാത്രമേ വാതിൽ പാടുള്ളൂ. ഈ കാര്യം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്ന രീതിയാണെന്ന് ശ്രദ്ധിച്ചോളൂ. വടക്ക് പടിഞ്ഞാറ് വാതിൽ വരുമ്പോൾ വടക്കോട്ട് പാടില്ല, പടിഞ്ഞാറോട്ടേ പാടുള്ളൂ. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ്, അതായത് പടിഞ്ഞാറിൽ നിന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കണമെങ്കിൽ പടിഞ്ഞാറിൽ നിൻ്റെ സെൻട്രലിൽ നിന്ന് ഇടത്തോട്ട്, അതായത് തെക്കോട്ടോ അല്ലെങ്കിൽ തെക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ തെക്ക് സെൻട്രലിൽ നിന്ന് വലത്തോട്ടോ, അതായത് പടിഞ്ഞാറോട്ടോ ഉള്ള ഒരു സ്ഥലങ്ങളിലും സിറ്റൗട്ടോ കാർ ഷെഡോ വാതിലുകളോ വരരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും ഓപ്പൺ ആവാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് സിറ്റൗട്ട് വന്നാലോ കാർ ഷെഡ് വന്നാലോ ഒക്കെ ഒത്തിരി നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അവിടുത്തെ ഗ്രഹനാഥയ്ക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒത്തിരി അനുഭവമാണ്. ഒത്തിരി വീടുകൾ നോക്കിയതിൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക, ശ്രദ്ധിച്ചോളൂ. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് ഗ്രഹനാഥന് ആണ് ആ വീട്ടിലെ അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടായി വരിക. അപ്പോൾ ഓരോ ദിക്കുകളും വീട്ടിലുള്ള ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് വളരെ ശ്രദ്ധിച്ചു. തെക്ക് പടിഞ്ഞാറ് ഗ്രഹനാഥയെയും വടക്ക് പടിഞ്ഞാറ് ഗ്രഹനാഥനെയും ആണ് നമ്മൾ. ബാക്കി കിഴക്ക് ഭാഗത്ത് കുട്ടികളുടെ മൂത്ത കുട്ടി അങ്ങനെയൊക്കെ ഒരേ സ്ഥലങ്ങളിൽ ഓരോന്നുണ്ട്. അതിന് വിശദമായിട്ട് തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ സാമ്പത്തികവുമായിട്ടും വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഈശ്വരാധീനം അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളിരിക്കുന്നത്. തെക്ക് ഭാഗത്താണെങ്കിൽ പ്രശസ്തി, ഇങ്ങനെയുള്ള വടക്ക് ഭാഗത്താണെങ്കിൽ തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ, കിഴക്ക് ഭാഗത്താണെങ്കിൽ അത് ആരോഗ്യ പ്രശ്നം, ഇങ്ങനെയുള്ള ഓരോന്നിനും ഓരോ ഭാഗങ്ങൾ ഓരോ വീട്ടിലുള്ള ഓരോ വ്യക്തികളെ ഓരോ രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗത്താണോ അല്ലയോ, ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് ചെന്ന് കയറിയ ദുഃഖവും ദുരിതവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയോളൂ. നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽ ഞാൻ ഈ പറഞ്ഞ അശുദ്ധിയായിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും അത് മാറ്റി സ്ഥാപിക്കാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും ചില കാര്യങ്ങൾ അത് ഇടിച്ചു നിർത്തി കേടുപാടി വരുത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലും വരും. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ പുതിയൊരു വീട്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലോ ഇന്ന ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഏതോ ഒരു പ്രോബ്ലം നിങ്ങളെ അലട്ടുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അറിയാവുന്നുള്ള ആരെങ്കിലും വിളിച്ച് കാണിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇല്ല ഞാൻ വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വന്ന് വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. വീടിൻ്റെ വാസ്തു കറക്റ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമ്മുടെ തലവര തന്നെ മാറും. അത്രയും ഹൈലി പവർഫുള്ളാണ് വാസ്തു. എന്താ പറയുക, അതിനെക്കുറിച്ച് നമ്മുടെ ഒരു മനുഷ്യൻ ഉറങ്ങി വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ,
ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുവന്നത്. നമുക്ക് സൂട്ടബിൾ അല്ലാത്തൊരു സ്പേസിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ, ഭയങ്കര എണീക്കുമ്പോൾ തന്നെ അലസതയും മടിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതെ സൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ എണീക്കുവാനും അന്നത്തെ കാര്യങ്ങളെല്ലാം സക്സസ് ആകുവാനും നമ്മൾ ഏത് വർക്കും ആക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ സഹായിക്കുവാൻ വാസ്തുവിന് 100% കഴിവുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളും. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും കേട്ടോ. ഇന്നലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇയാൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്ന്. ആരാണത്? ഞാൻ നോക്കി എനിക്ക് പരിചയമില്ല. എന്നെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. ചിലപ്പോൾ ചില സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇച്ചിരി ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു മയക്കം കുറച്ച് ദിവസം കൊണ്ടുണ്ട്. കാരണം ഈ മെയ് 8 പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സമയത്ത് മാത്രമേ ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഞാൻ ഫോൺ എടുക്കും. പിന്നെ ഇതിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒറ്റയ്ക്കല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം സൂര്യദേവ് മടക്കുബൈര ആശ്രമത്തിലേക്ക് എല്ലാവരും വരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID എന്ന് വെച്ചാൽ ഷാജി കെ നായരാണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ടിപ്സുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. ഇവിടുത്തെ വിഷ്ണുമായിയുടെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക, ഷാജി കെ നായർ. ഓക്കെ, എന്തെങ്കിലും സംശയം എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.